എ സർട്ടൻ സം ഓഫ് മണി അല്ലേ, ഒരു നിശ്ചയ തുക. അപ്പം തന്നെ നമുക്കറിയാം അത് പ്രിൻസിപ്പളാണ്. സോ അവർ ഇവിടെ പ്രിൻസിപ്പളിനെ ക്യൂ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ദാറ്റ്സ് എനഫ് അല്ലേ. എ സർട്ടൻ സം ഓഫ് മണി ക്യൂ വാസ് ഡെപ്പോസിറ്റ്. ക്യൂ എന്ന് പറയുന്ന ഒരു എമൗണ്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് നമ്മുടെ പ്രിൻസിപ്പൾ, ആ പ്രിൻസിപ്പൾ അവർ ക്യൂ, നമ്മൾ സാധാരണ പി വെച്ചല്ലേ ഡിനോട്ട് ചെയ്യാറ്, ക്യൂ വെച്ച് ഡിനോട്ട് ചെയ്യും. ഫോർ 5 years and 4 months. 5 വർഷം 4 മാസം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇവിടുന്ന് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഇയേഴ്സ് എന്താ വരിക, 5 വർഷം പ്ലസ് 4/12 അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ. കാരണം മാസത്തിന് നമ്മൾ വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ. അപ്പൊ n = എനിക്ക് എന്ത് കിട്ടും, 4/12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ അല്ലേ. സോ 4/12 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഓക്കെ, സോ 4/12 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.333. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും, 5.333 ഇയേഴ്സ് എന്ന് കൊടുക്കാൻ പറ്റും. എന്നിന്റെ വാല്യൂ 5.333. ഓക്കെ, അറ്റ് 4.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. ആൻഡ് എമൗണ്ടഡ് ടു 248. സോ എമൗണ്ടും കിട്ടി. എന്താ വാല്യൂ ഓഫ് ക്യൂ, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പിയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. സോ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവർ ടിസ്റ്റ് ചെയ്തത് ആ ഇയർ, നമ്പർ ഓഫ് ഇയേഴ്സിന് മാത്രമാണ് ഇവർ ടിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുവാണ്, A = P × 1 + IN. അറിയുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. എമൗണ്ടിന്റെ സ്ഥാനത്ത് 248 ഇട്ട് കൊടുത്തു. പ്രിൻസിപ്പൽ നമുക്ക് അറിയില്ല, ദാറ്റ് ഇസ് ക്യൂ. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് ഐ വരുന്നത് 0.045 ഇൻറ്റു n വരുന്നത് 5.333. ഓക്കെ, സോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തു. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുവാണ്. സ്റ്റെപ്പ് ഞാൻ എഴുതി തരാം. 0.045 ഇൻറ്റു 5.33333. ഓക്കെ, പ്ലസ് 1. അതിനെ തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, M+ ചെയ്തു. ഓക്കെ, സോ ഞാൻ മെമ്മറി ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ തൽക്കാലം ഞാൻ അതിനെ ഒന്നുകിൽ M+ ചെയ്യാം. ഓക്കെ, സോ ഞാൻ M+ ചെയ്യുവാണ്. M+, എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. സോ 248 ഇൻറ്റു MRC കൊടുക്കണം അല്ലേ. അപ്പൊ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = 200. സോ അതിന്റെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതി തരാം. 0.045 ഇൻറ്റു 5.333 പ്ലസ് 1 എന്നിട്ട് M+ ചെയ്യാം കേട്ടോ. എന്നിട്ട് 248 ഡിവൈഡഡ് ബൈ MRC = ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് പറയുന്ന ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, സോ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഈ M+ യൂസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുന്ന അല്ലേ, 0.045 ഇൻറ്റു 5.333 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 248 അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റെസിപ്രോക്കൽ ഡിവൈഡഡ് ബൈ ഈക്വൽ അടിച്ചാൽ മതി അല്ലേ. സോ ആ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ, M+ അടിക്കാതെ 0.045 ഇൻറ്റു 5.333 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 248 എന്ന് അടിക്കുക. എന്നിട്ട് റെസിപ്രോക്കൽ കാണാം. അപ്പോഴും എനിക്ക് 200 എന്ന് പറയുന്ന സെയിം ആൻസർ കിട്ടും. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 200. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ എളുപ്പം. ഓക്കെ, സോ ബൈ.